സംസ്ഥാനത്തെ ആദ്യ ടർഫ് സ്വന്തമാക്കിയ തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ.പി. സ്കൂളിന് ഗ്രാമപഞ്ചായത്തിന്റെ സമ്മാനമായി ഗ്യാലറി കൂടെ ഒരുങ്ങുന്നു. 15 ലക്ഷം രൂപ ചിലവിട്ടാണ് ഗ്യാലറി നിർമ്മിക്കുന്നത്. ഗാലറിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഈ മാസം അവസാനത്തോടുകൂടി നാടിന് ഗാലറി സമർപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്കൂളിൽ ടർഫ് അനുവദിക്കുന്നത്. 38 ലക്ഷം രൂപ ചിലവിൽ ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ടർഫ് നിർമ്മിച്ചത്. എന്നാൽ കളി കാണുവാനെത്തുന്ന കാണികൾക്ക് ഇരിക്കുവാൻ ഇരിപ്പിടമില്ലാതിരുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഇത് കണക്കിലെടുത്താണ് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് 15 ലക്ഷം രൂപ ചിലവിൽ ഗാലറി നിർമ്മിക്കുന്നത്. 38 ലക്ഷം രൂപ കൊടുത്ത് ആദ്യമേ ടർഫിന്റെ പണി പൂർത്തീകരിച്ചത്. ഇത് കേരളത്തിൽ ആദ്യത്തെ ടർഫാണ്. യഥാർത്ഥത്തിൽ ഒരു സ്കൂളുകളിലും കോളേജുകളിലും നിലവിൽ ടർഫില്ല. നിലവിൽ ആ ടർഫിന്റെ പ്രയോജനം ഇന്നത്തെ ഇവിടുത്തെ ഡെയിലി ഏതാണ്ട് 50 ചെറുപ്പക്കാർ ഈ ടർഫിൽ വന്ന് കളിച്ച് വൈകിട്ട് 7 മണിയാകുമ്പോഴാണ് അവരുടെ വീടുകളിലേക്ക് പോവാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ ഇത് പല സ്ഥലത്തുള്ളവർ വന്ന് കളിക്കുന്നുണ്ട്. അവർക്കൊരു വിനോദത്തിൽ ഏർപ്പെടാൻ ഒരു പ്ലേസ് ഇല്ല വന്നപ്പോഴാണ് നമ്മൾ ഈ ടർഫ് നിർമ്മിച്ചു കൊടുത്തത്. ഒന്ന് ബാലഗ്രാലും നിർമ്മിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിലും ടർഫുകൾ ഇന്ന് ഈ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. വളരെ വിജയപ്രദമാണ്. ഈ ടർഫിനെ സംബന്ധിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവിടെ ഈ കളി കാണാൻ ഒട്ടനവധി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊന്ന് ഇരിക്കാനോ കണ്ട് രസിക്കാനോ ഉല്ലസിക്കാനോ പറ്റിയാലാത്ത സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ 15 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചാണ് ഈ ഗാലറിയുടെ പണി ഇപ്പോൾ പൂർത്തീകരിക്കുന്നത്. ഗാലറിയുടെ പണിയും കൂടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മെച്ചപ്പെട്ടു. അപ്പം അത് മാത്രമല്ല, ഒരു പോരായ്മ ഉണ്ടായിരുന്ന ലൈറ്റ് ആയിരുന്നു. ആ ലൈറ്റ് ടെൻഡറായി ഈ ഏപ്രിൽ മാസം 10 ഇതിന്റെ ഈ ടർഫിന്റെ അകത്ത് ലൈറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്കും രാത്രി സമയങ്ങളിൽ സമയം കണ്ടെത്തി ഇവിടെ വന്ന് കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും. വെളിച്ച സംവിധാനം കൂടി എത്തുമ്പോൾ കൂടുതൽ കായിക പ്രേമികൾക്ക് അത് പ്രയോജനം ചെയ്യുമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിലയിരുത്തൽ. ഇതിനോടൊപ്പം സ്കൂളിന്റെ പുതിയ ഓഡിറ്റോറിയം നിർമ്മാണത്തിനായി 1 കോടി രൂപ ഉടുമ്പൻചോല MLA MM മണിയുടെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.